ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പണം മോഷ്ടിച്ചത് ശരത്താണെന്ന് അറിയുമ്പോൾ ശരത്തിനെ ഒരുപാട് തല്ലുന്നുണ്ടല്ലോ ചന്ദ്ര. അതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ശരത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചന്ദ്ര വന്ന് പറയാണ്, രേവതിക്ക് മുന്നിൽ വന്നിട്ട് പറയാണ്. അപ്പോൾ രേവതിയുടെ മുന്നിൽ വെച്ച് ചന്ദ്ര ഒരുപാട് ശരത്തിനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിയാണ് പിടിച്ച് മാറ്റുന്നത്. അപ്പോൾ ലക്ഷ്മി പൊട്ടിക്കരയുന്നുണ്ട്, എന്തിനാണ് നീ ഇത്രയും നെറുകെട്ട പ്രവൃത്തി ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോയും കാണിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം കള്ളം പറയരുത് എൻ്റെ അനിയനെ കുറിച്ച് എന്നൊക്കെ പറയും. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഈ വീഡിയോ കാണുമ്പോൾ പിന്നീട് അവിടെ രേവതിക്കൊന്നും മിണ്ടാനാവാതെ ശബ്ദിക്കാനാവാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്നാൽ ചന്ദ്ര അതും പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്, ശരിക്കും ഇവൻ ഇനി അറിയൂ, ഞാൻ പോലീസ് കേസാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് രേവതി അങ്ങ് തിരിഞ്ഞു നിന്നിട്ട് ശരത്തിനെ അങ്ങ് പൊതിരെ തല്ലാണ് കേട്ടോ. എടാ വൃത്തികെട്ടവനെ, നീ ഒരൊറ്റൊരുത്തന്നെ ആ കാരണം ഞാനും സച്ചേട്ടന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, സച്ചേട്ടനെ നീ തെറ്റിദ്ധരിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഒരുപാട് ചൂടാവുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ചൂടാവുമ്പോൾ ലക്ഷ്മി പറയണേ, ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ടാണ് സച്ചിയെ കണ്ടിരുന്നത്, എന്നാൽ അവൻ്റെ മുഖത്ത് നോക്കി പല വാക്കുകളും എനിക്കും പറയേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ കാരണക്കാരൻ നീയല്ലടാ, എന്തിനാണ് നീ ഈ നെറികെട്ട പ്രവൃത്തി ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഒരുപാട് പൊതുരെ തല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ചന്ദ്രയാണെങ്കിലും നേരെ പോകുന്നത് ഇങ്ങനെ വീട്ടിലോട്ടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് രവിയോട് വന്ന് പറയാണ്. അപ്പോഴാണ് സച്ചിയും അറിയുന്നത് ഈ വീഡിയോ വൈറലായി ആൻ്റണി ഇത് വൈറലാക്കിയിരിക്കുന്നതെന്ന സത്യം സച്ചിയും അറിയുന്നത് കേട്ടോ. അത് കേൾക്കുന്ന സച്ചിക്ക് ആകെ ഷോക്കാവാണ്. അങ്ങനെ സച്ചി ഇങ്ങനെ ഷോക്കോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ രവി അവിടെ പറയാണ്, അന്ന് അതുകൊണ്ടാണ് നീ ഇത് മറച്ചു വെച്ചത് എന്ന് സച്ചിയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സച്ചി പറയണേ, ഇപ്പോൾ അമ്മ കാണിച്ച പ്രകടനം എന്താ, അമ്മ അവിടെ പോയി അവനുമായിട്ട് വഴക്കുണ്ടാക്കിയില്ല, പിന്നെ ഇപ്പോൾ എന്തിനാ ഞാനിപ്പോൾ അത് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എന്നിങ്ങനെ രവിയോട് പറയണ കേട്ടോ. അപ്പോൾ ഈ സമയം ആടാ, നീ ആ പൂക്കുട്ടുകാരിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആടാ ഉണ്ടാവുക, കള്ളവർഗ്ഗങ്ങളാണ് അവനെന്നാ ബൈക്ക് മോഷ്ടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതാണ്, അന്നേ ഞാൻ നീ രേവതിയുമായി വഴക്കിട്ടപ്പോൾ നീ അവനെ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്തോ കുത്തിത്തിരിപ്പ് അവൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞതാണ്. ഇപ്പോൾ സത്യം ഈശ്വരനായിട്ട് പുറത്ത് കൊണ്ടുവന്നത് കണ്ടില്ലേ, കള്ളക്കൂട്ടങ്ങളാണ്, ഇനി അവളെ ഈ വീട്ടിലോട്ട് കയറ്റാൻ പറ്റില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സച്ചി പറയണ, അവളെൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ എൻ്റെ അടുത്താണ് നിൽക്കേണ്ടത് എന്ന് പറയട്ടെ. ഇത് കേട്ട ഉടനെ ചന്ദ്ര പറയണേ, എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് നിന്നാലും വേണ്ടില്ല, ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഇത് എൻ്റെ വീടാണ്. അപ്പോൾ സച്ചി പറയുന്നത് എൻ്റെയും കൂടി വീടാണ്, അമ്മയുടെ മാത്രം വീടല്ലല്ലോ, എൻ്റെയും കൂടി വീടാണ് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ചന്ദ്ര പറയണേ, ഞാൻ എന്തായാലും ഇനി അവൻ്റെ പേരിൽ പോലീസ് കേസ് കൊടുക്കാൻ പോവാണ്, അവനങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, ഇത് രണ്ടാമത്തെ തവണയാണ് അവൻ ഈ മോഷണം ഉണ്ടായത് എന്ന് പറയണേട്ടാ. അത് കേട്ട ഉടനെ തന്നെ സച്ചി പറയണേ, അതിനൊക്കെ കാരണക്കാരി അമ്മ തന്നെയാണ്, ഒരാളെ എത്രത്തോളം അപമാനിക്കുമോ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും അവർക്ക് ഓരോന്ന് ചെയ്യാനുള്ള ആ ഒരു ഇത് ഉണ്ടാക്കി കൊടുത്തത് അമ്മ തന്നെയാണ്, അവനെ എങ്ങനെ ആക്കിയത് അമ്മയാണ്, കട്ടതും പോരാ പിന്നെ കുറ്റം എൻ്റെ തലയിൽ ചുമത്താൻ നോക്കുന്നോടാ എന്നും പറഞ്ഞ് ചന്ദ്ര ചൂടാവുകയാണ് കേട്ടാ. ഇതേ സമയം ഇത് ശരിക്കും രേവതിക്ക് വേദനയായിട്ടുണ്ടാവും, രേവതിയുടെ കുടുംബത്തിന് വേദനയായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയ സച്ചി നേരെ പോകുന്നത് അവരുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. ആ സമയമാണ് സച്ചി കയറി വരുന്നത്. സച്ചിയെ കാണുന്ന രേവതി വളരെ സങ്കടത്തോടു കൂടി സച്ചിയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനായിട്ടാ. പിന്നീട് സച്ചിയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയാനായിട്ടാ. സച്ചേട്ടാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്, ഞാൻ എൻ്റെ അനിയന് വേണ്ടി സച്ചേട്ടൻ ചെയ്തെന്ന ഉപകാരങ്ങളെല്ലാം മറന്ന് സച്ചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തില്ലേ, പാപിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ കാല് പിടിച്ചിട്ട് രേവതി ഇങ്ങനെ കരയട്ടെ. അപ്പോൾ സച്ചി പറയണേ, നിന്നെ കുറ്റപ്പെടുത്താനൊന്നുമില്ല, ആർക്കും ആരുടെയും സംശയം തോന്നുന്ന കാര്യം തന്നെയാണ് നീയും ചെയ്തത്, സ്വന്തം സഹോദരനെ തല്ലിയ ഭർത്താവിനെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ. ഈ സമയം ലക്ഷ്മി വന്നിട്ട് പറയണേ, മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു, നിന്റെ മനസ്സ് എത്രത്തോളം വലിപ്പമുള്ളതാണ്, നീ അമ്മ തിരിച്ചറിയാതെ പോയി, ഞാൻ നിന്നെ ഒത്തിരി തവണ ഞാനും എൻ്റെ മകളൊക്കെ വേദനിപ്പിച്ചിട്ട് ഇപ്പോഴും ഞങ്ങളോട് അതിൻ്റെ ഒരു വെറുപ്പ് ഒരംശം പോലും ഇല്ലാതെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയാനേട്ടാ. ഈ സമയം കാണാം സച്ചിയുടെ മുന്നിലോട്ട് ശരത്ത് വരുന്നത്. ശരത്തിനെ കണ്ടിടുന്നതിന് രേവതിക്ക് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്. രേവതി വീണ്ടും ശരത്തിനെ ഒരൊറ്റ അടിയാണ് കൊടുക്കണം കേട്ടോ. നീ ഒറ്റൊരുത്തൻ കാരണം സച്ചേട്ടൻ്റെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയായില്ലേ, എന്തിനാണ് നീ ഈ മഹാപാവം എന്നോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന സമയത്ത് രേവതി വീണ്ടും ശരത്തിനെ അടിക്കുന്നത് കാണുമ്പോൾ സച്ചി പറയണേ, വേണ്ട ഇനി നീ അടിക്കരുത്, അത് ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് പറയണേട്ടാ. അത് കേട്ട ഉടനെ സച്ചേട്ട ഇവനെ ഇനി സപ്പോർട്ട് ചെയ്യരുത്, ഇവൻ ചെയ്ത് തെറ്റെന്താണെന്ന് മനസ്സിലായി എനിക്ക്, അതുകൊണ്ട് സച്ചേട്ടൻ ഇവനെ ഇനിയും സപ്പോർട്ട് ചെയ്യരുത്, സച്ചേട്ടൻ അന്നേ ഇത് പറയുകയായിരുന്നെങ്കിൽ ഈ ഒരു തെറ്റുകൾ എല്ലാവരും കൂടി സച്ചേട്ടൻ്റെ പേരിൽ ഇട്ടിരുന്നില്ലല്ലോ, ഇതിന് കാരണക്കാരൻ സച്ചേട്ടൻ തന്നെയാണ്, ഇവനെ അന്നേ ഞാൻ അടിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവന് തെറ്റുപറ്റി, എന്തായാലും തെറ്റ് തിരുത്തി ഇവനെ പഠനത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, അതുകൊണ്ട് തന്നെ തെറ്റ് ഇവന് പറ്റിയിരിക്കുന്നു, അത് തെറ്റ് തിരുത്തുകയാണ് അവൾ ചെയ്യേണ്ടത്. എന്തായാലും അവന് ചെയ്ത തെറ്റിനെ കുറിച്ച് അവനക്ക് കുറ്റബോധമുണ്ടെങ്കിൽ തീർച്ചയായും അവനെ നല്ലൊരു മനുഷ്യനാക്കി എടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരത്ത് ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. ഈ സമയം ശരത്ത്
വന്നിട്ട് സച്ചിയുടെ കാലിൽ വീണ് കരയാണ്. സച്ചേട്ടാ, ഞാൻ സച്ചേട്ടനോട് ഇത്രയും ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ട് ചേട്ടന് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ആ വലിയ മനസ്സ് ഞാൻ കാണാതെ പോയി. എന്നോട് ക്ഷമിക്കണം, ഞാനും എൻ്റെ ചേച്ചിയും ഒക്കെ സച്ചേട്ടന് എത്ര കടപ്പെട്ടാലും മതിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞോടാ, ഇനി പഴയതുപോലെ പഠിപ്പൊക്കെ തുടങ്ങി കോളേജിലൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വന്ന പേര് അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എക്സാം അല്ലേ വരുന്നത്, ഇനി അതിൽ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ലൊരു ഉയർന്ന സ്ഥാനത്തോട്ട് എത്തുമ്പോൾ തന്നെ അതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിക്കോളും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയണം. ആ സമയമാണ് തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഉടൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസായിരിക്കും. പോലീസിനെ കാണുന്ന ശരത്ത് പിന്നീട് ഒന്നും നോക്കില്ല, അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. പേടിയാവാണ്, തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് തന്നെയാണെന്ന് ഇങ്ങനെ ശരത്തിന് മനസ്സിലാവാണ്. കാരണം ചന്ദ്ര അവിടെ നിന്ന് പറഞ്ഞു പോയ വാക്ക് അതാണല്ലോ. അങ്ങനെ പേടിയോടുകൂടി ശരത്ത് നേരെ പോകുന്നത് ടെറസിന് മുകളിലോട്ടായിരിക്കും. എന്നാൽ ഈ സമയം പോലീസുകാരെ കാണുന്ന രേവതി ആകെ പേടിച്ചിട്ട് സച്ചിയുടെ അടുത്തോട്ട് ചൂളാണിട്ട്. അപ്പോൾ സച്ചി പറയുന്നത് പേടിക്കണ്ട എന്ന് പറയണേ. ഈ സമയം അവിടെ വന്നിട്ട് എന്താ എന്നിങ്ങനെ സച്ചി ചോദിക്കണേ, എന്താ സാർമാരെ ഈ വഴിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ കള്ളനുള്ളടത്തല്ലേ പോലീസ് എത്തുള്ളത്, നിനക്ക് അറിയില്ലേ എന്ന് പറഞ്ഞിട്ടോ. ഉടൻ തന്നെ ആര് കള്ളത്തരം ചെയ്തു, എന്താ നീ ഒന്നും അറിയാത്തതുപോലെ ഈ വീഡിയോ നീ കണ്ടില്ല സച്ചി, ഞങ്ങളെ കളിയാക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കണ്ടു എന്ന് പറയട്ടോ. എന്നാൽ അവനെവിടെ, അവനെങ്ങ് വിളിക്കുക എന്ന് പറയണേ. ഇതേ സമയം സച്ചി പറയണേ അവനിവിടെ ഇല്ല, അവൻ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയണേ. ഇത് കേട്ടോടെ തന്നെ കള്ളം പറയുന്നോടാ, ഞങ്ങൾ ഈ വീട് പരിശോധിക്കണം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ, നിങ്ങളുടെ ഡ്യൂട്ടിക്ക് ഞാൻ തടസ്സമൊന്നും പെടുത്തില്ല. പക്ഷേ ഈ കേസ് അത് ഒരു കുടുംബ കേസാണ്, അതിന് നിങ്ങൾ കഴിയുന്നത് ഇടപെടാതിരിക്കുകയാണ്. എന്താ നീ പറഞ്ഞത്? അതെ, ഇതൊരു കുടുംബ കേസാണ്, ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട. ഇത് ചില വാശിപ്പുറത്തും ദേഷ്യപ്പുറത്തൊക്കെ ചെയ്ത് കൂട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു കൊച്ചു ചെക്കനല്ലേ, ആ ചെക്കൻ്റെ ഭാവി തകർക്കണോ സാർമാരെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പരാതി കിട്ടിയ പരാതിക്ക് അനുസരിച്ച് ആ ആളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്നൊക്കെ പറയുമ്പോൾ സാറിനും ഉണ്ടല്ലോ ഇതുപോലെയൊക്കെയുള്ള കുടുംബം. ഈ വൈറലായ വീഡിയോയിൽ കാണുന്ന ഈ ആരാണെന്നറിയോ? ഈ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്, എൻ്റെ സ്വന്തം അമ്മയാണ് എന്ന് പറയുന്നത്. എന്ത്, തൻ്റെ അമ്മയോ? അതെ, എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ അവനുമായി ചെറിയൊരു വഴക്കുണ്ട്. ആ വഴക്കിൻ്റെ പേരിൽ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അമ്മയുടെ അപ്പോഴത്തെ ദേഷ്യത്തിൽ അമ്മ ഇങ്ങനെ കേസ് തന്നിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അമ്മക്ക് തന്നെ കുറ്റബോധം തോന്നും. അതുകൊണ്ട് അമ്മ തന്നെ ഈ കേസ് പിൻവലിക്കും. അതിന് നിൽക്കണോ? അപ്പത്തിനും ഈ പയ്യൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു FIR എഴുതി കഴിഞ്ഞാൽ അവന് പിന്നെ എക്സാം എഴുതാൻ പറ്റില്ല എന്നറിയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ താൻ പറയുന്നത് ശരിയാണോ? അതേ ശരിയാണ്. എന്നാൽ ഈ പരാതി എഴുതി തന്ന ആളോട് പരാതി പിൻവലിക്കാൻ വരാൻ വേണ്ടി പറ, അത് ഞാൻ കൊണ്ടുവന്നോളാം, എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്നും പോകുമ്പോൾ എന്തായാലും ഒരു ക്രൈം ചെയ്ത ആളെ സച്ചി ഇത്ര വല്ലാതെ ബന്ധത്തിൻ്റെ പേരിൽ അങ്ങ് പിടിച്ച് ഒപ്പം നിർത്തുന്നത് അത്ര ശരിയല്ല, അതത്ര നല്ല കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം സാറേ, അവൻ്റെ തെറ്റ് അവൻ തിരുത്താൻ തയ്യാറാണെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ ഒരു കേസും കൂട്ടവും, കൊച്ചു പയ്യന്മാരല്ലേ, അവരുടെ മനസ്സിൽ കൂടുതൽ പക ആവല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി അവരെ പറഞ്ഞു വിടുമ്പോൾ ലക്ഷ്മി മോനെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് സച്ചിയുടെ കാലിൽ വീഴാൻ നോക്കുമ്പോൾ സച്ചി പറയണേ, എന്താ അമ്മയെ കാണിക്കുന്നത്? അല്ല, എൻ്റെ കുഞ്ഞിനെ നീ രക്ഷപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷത്തേക്കാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ എല്ലാവരും നിന്നെ വേദനിപ്പിച്ചില്ലേ എൻ്റെ മകൻ കാരണമെന്ന് പറയുമ്പോൾ സച്ചി പറയണേ, എവിടെ ശരത്ത് എന്ന് നോക്കൂ, അവനെ ആദ്യം നോക്കണ്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവന് ടെറസിന് മുകളിലോട്ട് പോയിട്ടുണ്ടാവും എന്ന പേടി ശരത്ത് അവിടെ ഉണ്ടാവും എന്നൊരു പേടി സച്ചിക്കും വരേണ്ട. അങ്ങനെ സച്ചി ശരത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഈ ടെറസിന് മുകളിൽ നിന്ന് ചാടി വീഴാൻ ഒരുങ്ങുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു റിവ്യൂ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ.